അസ്സലാമലൈക്കും. അപ്പം ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരു 2-3 മാസത്തോളമായിട്ട് ഉള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ മാസം ഒക്ടോബർ 15 നമ്മളെ യാത്ര ഫിക്സ് ചെയ്ത് വെച്ചത്. പക്ഷെ പടച്ച റബ്ബിൻ്റെ ഖളാ കാരണം ഒരു സർജറിക്ക് വിധേയനായി. പൈനോഡിയൽ സൈനസാസ് എന്നുള്ളൊരു അസുഖത്തിന് വേണ്ടി ഒരു സർജറി ചെയ്തു. ഡോക്ടർ നിർദ്ദേശിച്ച പോലെ 4 ആഴ്ച റെസ്റ്റ് എടുത്തു. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നാളെ പുലർച്ചെ നവംബർ 5 ഇൻഷാ അല്ലാഹ് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുവരെ കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്നറിയാം. സംഭാവന, ഡൊണേഷൻ മുഖേനയും പ്രാർത്ഥന മുഖേനയും ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അല്ലാഹു അതിനൊക്കെ ഹൈറായ രീതിയിൽ തന്നെ അതിൻ്റെ പ്രതിഫലം തരട്ടെ ഇൻഷാ അല്ലാഹ്. അതിലുപരി ഈ വരുന്ന 5-ാം തീയതി മുതൽ തിരിച്ച് വരുന്ന 20-ാം തീയതി വരെ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ നിങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥനകൾ, ഈ വിനീതനും എൻ്റെ കൂടെ പോരുന്ന എൻ്റെ സുഹൃത്തുണ്ട്, യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാൻ വളാഞ്ചേരിയിലൊരു സുഹൃത്ത് കൂടി കൂടെ പോരുന്നുണ്ട്. ഷെഫീഖ് എന്നാണ് അവൻ്റെ പേര്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ വീതം മാറ്റി വെക്കണം ഇൻഷാ അല്ലാഹ്. നമ്മൾ മുഖേന ആ ജനത സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കണം. അവർ വെൽക്കം ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ കൂടുതൽ ഡാറ്റ അപ്ഡേറ്റ്സ് ലൈവായിട്ടും വീഡിയോസായിട്ടും ഷോർട്സായിട്ടൊക്കെ ഈ യൂട്യൂബ് ചാനലും റഹിമാനെ വിത്ത് യു എന്നുള്ള ഈ യൂട്യൂബ് ചാനലും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റഹിമാനെ എന്നുള്ള ആ പേജിലായിട്ട് ഇൻഷാ അല്ലാഹ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. ഫ്രീ ഫലസ്തീൻ ഇൻഷാ അല്ലാഹ്. ഹ്യൂമനിറ്റി, മനുഷ്യത്വം. ഇതിലിപ്പോൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല കേട്ടോ, കുറേ ആൾക്കാർ ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാവരും സഹായിച്ചവരുണ്ട്. എല്ലാവരും മനുഷ്യനെ എന്നുള്ള ഒരൊറ്റ അഡ്രസ്സിലാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് എല്ലാവിധ സ്നേഹവും എല്ലാവിധ സപ്പോർട്ടും നമ്മളോട് തിരിച്ചും പറയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പോയി വരുന്ന വരെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. الرحمن الرحيم الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين. آمين. آمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على آمين. آمين. صلى الله عليه وسلم. آمين. اللهم اشف مرضانا برحمتك يا ارحم الراحمين. سيدنا محمد وعلى اله وصحبه سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. اللهم صل على سيدنا എല്ലാവർക്കും വെച്ച് കിട്ടും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. അപ്പോൾ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റാണ്. ഇവിടുന്നാണ് ജോർദാൻ അമ്മാൻ എയർപോർട്ടുകളുടെ ഫ്ലൈറ്റ്. എത്ര മണിക്ക്? 8 മണിക്കല്ലേ? ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യട്ടോ. അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ തീർത്തും മനോഹരം കേട്ടോ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്.
تقدر تجيب لي محمد ولا صعب؟ طلع عليه شو بدك فيه؟ ابغى مقطوعه ثلاثه. هسه ابشر والله لا تشحنها. هسه بشحن لكم. محمد عاش بيقول لك 20 دينار. انا يلا هات. بوصل هيك. لا لا. السلام عليكم. السلام عليكم. وعليكم علي باي. السلام. الحمد TK. لله فاين الحمد لله. دبسي send me the WhatsApp. You need this tour, send me the WhatsApp. How can we reach there? How can Mr. Jamal now. You have number Mr. Jamal, yes? يلا يلا قرب يلا. اطلع لك اياهم هسه يلا. $100 Yeah. شفيق $100. Give me now 100. And 100. No, this. Another one. Wait. അലൈക്കും. ഇപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ ഇന്നലെയാണ് നാട്ടിൽ നിന്ന് കയറിയത്. ഇന്ന് കറക്റ്റ് ഒരു 12 മണിയായപ്പോൾ നമ്മളിവിടെ ജോർദാനിലെത്തി. നമ്മുടെ ഡ്രൈവർ What's your name? Bassam. Bassam from where? Amman? Yes. Amman town? Yep. Okay. How are you? Are you fine? Fine, thank you. Okay. What's this? I will be have a YouTube channel. Okay? Good for you. Okay. We നമ്മുടെ are updating our moments to our followers or subscribers. Okay. അപ്പൊ ഇൻഷാല്ലാ കാര്യങ്ങളൊക്കെ റാഹത്താൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യാം. ഇതുവരെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നാളെ മുതലാണ് നമ്മൾ ഡൊണേഷന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ഇന്ന് വരെ ഈ ഒരു മൊമെന്റ് വരെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. അത് നാളെ അതേപോലെ നിങ്ങളെ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. Alhamdulillah, finally we are on Jordan. Alhamdulillah. ജോർദാനിലെ അമ്മാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇവിടെ നിന്നാണ് നമുക്ക് ഇനി താബ ബോർഡർ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്, നമ്മുടെ ഏജന്റിനെ കാണാനുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ്. D49 അല്ലേ നമ്മള്? അബുദാബി എയർപോർട്ടിലാണ് നിലവിലുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ 8 മണിക്കാണ് നമ്മളെ ഫ്ലൈറ്റ്, ജോർദാനിക്കുള്ള ഫ്ലൈറ്റ്. ഇൻഷാ അല്ലാഹ് അമ്മാൻ എയർപോർട്ടിൽ നമ്മൾ ഒരു ഉച്ചക്ക് 12 മണിയാകുമ്പോൾ ഇറങ്ങും. നമ്മൾ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് തന്നെ നമ്മളെ സുഹൃത്ത് ട്രാവൽസിൻ്റെ, സഫാരി ട്രാവൽസിൻ്റെ ഓണേഴ്സിൽപ്പെട്ട ഒരാൾ കൂടിയായ ഷഫീഖ് ഉദവിയാണ്. മൂപ്പരെ ചാനലൊക്കെ ഞാൻ അതുമ്പോൾ കൊളാബ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ നമ്മൾ വീഡിയോസ് ഒന്നില്ലെങ്കിൽ ഈ ചാനലിലോ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിലായിട്ട് കാര്യം വരിക. അപ്പോൾ ബെൽ ബട്ടണൊക്കെ ഒന്ന് ഓണാക്കി വെച്ചാൽ ഫലസ്തീൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നിങ്ങൾക്ക് ഈ ചാനലിലും അതേപോലെ സഫാരി ഹോളിഡേയ്സ് എന്നതിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, കാര്യങ്ങൾ എളുപ്പമാവട്ടെ. ഇൻഷാ അല്ലാഹ് ഫലസ്തീൻ ജനതയ്ക്ക് അല്ലാഹു മോചനം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.
അൽഹംദുലില്ലാ അപ്പം നമ്മൾ ഫ്ലൈറ്റ് കയറി ഇൻഷാ അല്ലാ അമ്മാനിലേക്ക്. അൽഹംദുലില്ലാ അപ്പം നമ്മൾ ഫ്ലൈറ്റ് കയറി ഇൻഷാ അല്ലാ നമ്മൾ ജോർദാന് അമ്മാൻ എയർപോർട്ടിലേക്ക് ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ വസല്ലനാ ഫിൽ ജോർദാൻ. അൽഹംദുലില്ലാ. പിന്നെ ഇതുവരെ ഇന്നലെ പുറപ്പെട്ട മുതൽ ഇതുവരെ ഒരു പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. ശാരീരികമായിട്ട് കുറച്ച് പ്രയാസങ്ങളുണ്ട്. കാരണം സർജറി കഴിഞ്ഞതിൻ്റെ ആ വേദന ശരിക്കും വേദന വിട്ടിട്ടുണ്ട്. പക്ഷെ ആ മുറി ഉണങ്ങാത്തതുകൊണ്ട് കൂടുതൽ നേരെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5 ഹവർ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ആദ്യം നമ്മളെ കരിപ്പൂരിൽ നിന്ന് അബുദാബിക്ക്, പിന്നെ അബുദാബിയിൽ നിന്ന് പിന്നെ ജോർദാൻ അമ്മാനിക്ക്. അപ്പോൾ ടോട്ടലി ഒരു 5 ഹവറിൽ നമ്മൾ ഇതിൽ ഇരുന്നിട്ടുണ്ട്. 5-6 ഹവറായിട്ട് നമ്മൾ പ്ലെയിനിൽ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കൂടെ വന്ന നമ്മളെ ട്രാവൽസിൻ്റെ ഇതിൽപ്പെട്ട ഷഫീഖ് ഹുദവി നമ്മളെ സുഹൃത്ത് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എല്ലാം ഓക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നാളെ മുതൽ നമ്മളെ ഡൊണേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ തുടങ്ങും. ഫലസ്തീൻ മക്കൾ ഇൻഷാല്ലാ നമ്മളെ കൊണ്ട് സന്തോഷിക്കും. അവരുടെ വെൽക്കം ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തന്നിരുന്നു. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. പിന്നെ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫാമിലി ആയാലും മക്കളായാലും കുട്ടികളായാലും എല്ലാവരും നമ്മളെ കാത്തിരിക്കുകയാണ് ഇൻഷാല്ലാ. അപ്പോൾ നമ്മളെ സഹായങ്ങൾ അവിടെ എത്തട്ടെ. അതിൻ്റെ പിന്നിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ. അതുപോലെ നമ്മളെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിക്കണം. നമുക്ക് വീടും കാറും ഭക്ഷണവും ഫുഡും വസ്ത്രവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇല്ലാത്തവരെ മുമ്പിൽ നമ്മുടെ സഹായങ്ങൾ എത്തണില്ലെങ്കിൽ നമ്മളെ സുഖങ്ങളൊക്കെ ഒരു സുഖമാണോ, അല്ലെങ്കിൽ ഈ സുഖങ്ങൾക്കൊക്കെ ഒരു അർത്ഥം ഉണ്ടോ എന്ന് നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക. ആ രീതിയിൽ ഒരുപാട് പേര് ഒരുപാട് സംഭാവനകൾ അവിടെ മുസ്ലിം ഇല്ല, ഹൈന്ദവൻ ഇല്ല, ക്രൈസ്തവനില്ല, മനുഷ്യത്വം എന്നുള്ള ഒരു അഡ്രസ്സിൽ ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ഏൽപ്പിച്ചു. ഒരുപാട് പേര് വീട്ടിൽ വന്നിട്ട് അങ്ങനെ കണ്ടിട്ട് ഏൽപ്പിച്ചു. ഒരുപാട് പേര് GPay വഴിയും അക്കൗണ്ട് വഴി അയച്ചു. എല്ലാം സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ. അപ്പോൾ നാളെ മുതൽ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും കൊടുക്കണ അവരുടെ സന്തോഷങ്ങൾ ഹാപ്പിനെസ്സും മൊമെൻറ്റ്സും ഒക്കെ ഇൻഷാല്ലാ ഈ യൂട്യൂബ് ചാനലിൽ വരും ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണൊക്കെ ഓണാക്കി വെച്ചാണ് നമ്മളിവിടെ ചെയ്യുന്ന ലൈവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മളെ ഒന്നല്ലെങ്കിൽ ഈ ചാനലോ അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തിൻ്റെ ട്രാവൽസിൻ്റെ ഓണേഴ്സിൽ പെട്ട നമ്മളെ ഷഫീഖ് ഹുദവിയുടെ സഫാരി ഹോളിഡേയ്സ് എന്നുള്ള ഈ 2 ചാനലിലായിരിക്കും നമ്മൾ അപ്ഡേറ്റ്സുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 2 ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.